പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാവരുടെയും ജീവിതം ധന്യതരമായി തീരാൻ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിന് എന്താണ് പ്രത്യേകത? എല്ലാം സോഷ്യൽ മീഡിയയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ജീവിതം നാം കാണുന്നത്. ക്ഷേത്ര ദർശനം പോലും അമ്പലത്തിൽ പോകണം, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, ഫേസ്ബുക്കിലിടണം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ ആയി. ഐയുടെ കാലഘട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഐയും കൂടി നമ്മുടെ ജീവിതത്തെ ദുരിത പൂരിതമാക്കാതിരിക്കാൻ ബി അലേർട്ട്. കാരണം നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ മിസ്ഡ് കോള് കണ്ടാൽ മതി നമ്മുടെ ഉള്ള മനസ്സമാധാനം പോകാൻ. അതുപോലെ തന്നെ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനെ. ഈ സംസ്കൃതിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷേ പുതിയ തലമുറ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ കരാഗ്രേ വസതേ മൊബൈൽ എന്ന് പറഞ്ഞിട്ടാണ്. കഷ്ടം. എന്താണ് ഇത്ര കഷ്ടം? ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനോട് ജീവിതം ഷെയർ ചെയ്യുന്ന സംസ്കൃതി, അതിൽ തകർന്നടിയുന്ന ജീവിതം, ഇവിടെയാണ് നമുക്ക് അടിമുടി ഒരു പരിവർത്തനം ഈ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അടിമുടി പരിവർത്തനം. സമ്പൂർണ്ണ പുണ്യാവതാരമായ ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യം എന്താണ്? മറ്റൊന്നുമല്ല, മാനവരാശി തകർന്ന് നശിക്കാതിരിക്കാൻ മനഃശക്തിയും മനോബലവും മനോവികാസവും വികസിപ്പിച്ചെടുക്കുന്ന ഒരു ശക്തമായ തലമുറ. ഈ തലമുറയെ വാർത്തെടുക്കുകയാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹത്തിൻ്റെ മുന്നിലുള്ള മുഖ്യ ലക്ഷ്യമെന്ന് തിരിച്ചറിയണം. കാരണം ലവ് ജിഹാദും മദ്യവും മയക്കുമരുന്നും സോഷ്യൽ മീഡിയകളും കുടുംബ ബന്ധങ്ങളും വ്യക്തി ജീവിതവും തകർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് എനിക്ക് തസ്മാത്, ഭഗവാനും വേദങ്ങൾ പറയും തസ്മാത്, ഇംഗ്ലീഷിൽ സോ, എനിക്കത് വളരെ ഇഷ്ടമാണ്. ഇന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മനോബലവും മനഃശക്തിയുമുള്ളൊരു സമൂഹത്തിനെ മനോവികാസത്തിനായിക്കൊണ്ട് ഒരു ഭഗവത് പ്രേമ ശാസ്ത്രം, ശ്രീമദ് ഭഗവത്ഗീത എന്ന സമ്പൂർണ്ണ ജീവിത ശാസ്ത്രം, ഈ ശാസ്ത്രം നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായ ദിശയിലൂടെ ആ ദിശയിലൂടെ യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ മുത്തം പവിഴങ്ങളും എല്ലാം നേടി ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും ശങ്കരാചാര്യർ തൻ്റെ ഭാഷ്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതിയ തമ്പുരാനാണ് ശ്രീശങ്കര ഭഗവത്പാദർ. ആ ശ്രീശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യമാണ് നമ്മൾ ഓതൻറ്റിക്കായി എടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 18 അധ്യായങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ ഭഗവാൻ കൈപിടിച്ചുയർത്തുന്നത്. അതിന് 700 മാർഗങ്ങളുണ്ട്. 700 മാർഗങ്ങളുണ്ട്. എവിടെ? ഒന്ന് പെരുവഴിയിലേക്കുള്ള യാത്ര, മറ്റൊന്ന് ജീവിത സൗഭാഗ്യത്തിലേക്കുള്ള യാത്ര. ആ ജീവിത സൗഭാഗ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ മുന്നിൽ നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുന്ന ഭഗവാന്റെ പേരാണ് പാർത്ഥസാരഥി. പരമാർത്ഥ ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധിം മനഃപ്രഗ്രഹമേവ. കഠോപനിഷത്ത് പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി. ഈ ആത്മാവ് തന്നെയാണ് ആ രഥിനം. ശരീരം രഥമേവച, ഈ ശരീരമാണ് രഥി. ബുദ്ധിം തു സാരഥിം വിദ്ധിം, നമ്മുടെ ബുദ്ധിയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അല്ലാതെ മറ്റൊരു ത്രേതായുഗത്തിൽ അവതാരമെടുത്ത് ഇവിടെ നമ്മോടൊപ്പം ജീവിച്ച് ശരീരം ഉപേക്ഷിച്ച് പരമാത്മാവായ പരബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേർന്ന കൃഷ്ണനാണ് എന്നുള്ള സത്യത്തെ നാം ഒക്കെ അംഗീകരിക്കണം. അപ്പം പിന്നീട് ആ കൃഷ്ണനെ സമ്പൂർണമായി ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് ശാസ്ത്രം, അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ്, ആ ധർമ്മശാസ്ത്രത്തിലൂടെ നാം കൃഷ്ണനെ കാണണം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഭഗവാൻ നമുക്ക് തുറന്നു തരികയായി ബുദ്ധിരൂപേണ ബോധരൂപേണ. ഇവിടെ ശ്രദ്ധിക്കണം, ബോധരൂപേണ ശുദ്ധോസ്മി ബുദ്ധോസ്മ്യഹാം, പരമശുദ്ധമായ ബോധസ്വരൂപമാണ് ഞാൻ. അപ്പോൾ ഈ 18 അധ്യായങ്ങളിൽ 10ാമത്തെ അധ്യായം ഭഗവാന്റെ വിഭൂതി. ആ വിഭൂതി യോഗത്തിൽ 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, കേഷു കേഷു ജ ഭാവേഷു ചിന്യോസി ഭഗവാൻ മയാ. അതായത് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, കേഷു കേഷു ജ ഭാവേഷു ചിന്യോസി ഭഗവാൻ മയാ, ഏതേതു ഭാവത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടില്ലേ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി എടുക്കുന്ന സമയത്ത് ഒരു മഹാലക്ഷ്മിയുടെ ഭാഗമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സരസ്വതിയുടെ ഭാവമാണ്. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ദുർഗയുടെ ഭാവമാണ്. നമ്മളോടൊക്കെ പെരുമാറുമ്പോൾ ഒരു ഭദ്രകാളിയുടെ രൂപമാണ്. ഭദ്രകാളിയുടെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം അമ്മയെ മരുമകൾ ഭദ്രകാളി എന്ന് പറഞ്ഞ് നാറ്റിച്ചൊരു പദമാണത്.
ഭദ്രകാളി എന്ന് പറയുന്ന അർത്ഥം എൻ്റെ ഭാര്യയുടെ രൂപമാണ്. കാരണം ഭദ്രം കല ഇതി ഭദ്രകാളി, സുഭദ്രം 100% സേഫായി എൻ്റെ കാര്യവും എൻ്റെ കുടുംബത്തിലെ കാര്യവും എൻ്റെ മക്കളുടെ കാര്യവും അവളുടെ കാര്യവും കൈകാര്യം ചെയ്യുന്ന പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ പേരാണ് ഭദ്രകാളി. അതുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ, ഈ ഭൂമിയുടെ, അണ്ടകടാഹത്തിൻ്റെ, മാനവരാശിയുടെ സമസ്ത ചരാചരങ്ങളുടെയും പൂർണ്ണമായ സമ്പൂർണമായ കാര്യങ്ങൾ ഭദ്രമായി കൈകാര്യം ചെയ്യുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ഭദ്രകാളി. അപ്പോൾ ഈ വ്യത്യസ്തമായ ഭാവങ്ങൾ, ഇതുപോലെ ഭഗവാനെ ഞാൻ ഏത് ഭാവത്തിലാണ് അങ്ങയെ ചിന്തിച്ച് ഉറപ്പിച്ച്, ശ്രദ്ധിക്കണം, ധ്യാനിക്കേണ്ടത്. ഈ ചോദ്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മം ധന്യമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജന്മം ധന്യമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരേക്ക്, അവനവൻ്റെ ജീവിതം വസന്തവത് ലോക ഹിതം ചരന്തി, സുഗന്ധപൂരിതമാകാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇപ്പം നാം തുടർന്നു വന്നിരിക്കുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും ഒരു പരിവർത്തനത്തിന്, ഇപ്പോൾ നാം തൊഴുതു പോകുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മളെ മക്കളെ നാം വളർത്തിയിരിക്കുന്നത്. തൊഴുതു പോയതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, തൊഴുതു പോകുന്നതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഡോക്ടറെ കാണണം, പ്രിസ്ക്രിപ്ഷൻ മേടിക്കണം, ഡോക്ടറോട് കാര്യങ്ങൾ പറയണം, ആ മരുന്ന് മേടിക്കണം, കഴിക്കണം. ഇതുപോലെ തൊഴുതു പോകുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി ക്ഷേത്ര ദർശനം, ക്ഷേത്ര വിഗ്രഹ ദർശനം, അവിടെ നിന്നും അവിടെ ഒരു മുന്നിലൊരു നമ്മൾ തൊഴുന്നതിൻ്റെ പിറകിലൊരു നാമജപ മണ്ഡപമുണ്ട്. അപ്പോൾ നാമജപ സംസ്കാരത്തിലേക്ക് നാം ഉയരണം, നാമജപ സംസ്കാരത്തിലേക്ക് നാം ഉയരണം. അത് പൈതൃകമായി വരും തലമുറയിലേക്ക് നാം കൈമാറണം. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ക്ഷേത്ര ദർശന നാമ ജപ സംസ്കാരത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നാമസ്മരാമി നാമരൂപത്തിലുള്ള ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏതേത് പ്രതിസന്ധികളെയും ഏതേത് രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആഗ്രഹത്തിനും എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സബ്ജക്റ്റുകളെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മനഃശക്തിയും ഒരു മനോബലവും ഒരു മനോവികാസവും നമ്മളിൽ വളർത്തിയെടുക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് വ്യാസഭഗവാൻ. ആ വ്യാസഭഗവാൻ വിഭൂതി യോഗത്തിലെ 36ാമത്തെ ശ്ലോകത്തിൽ ഇതിന് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മറുപടി പറയുന്നു. ശരണമയ്യപ്പ ദ്യുതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. പ്രേമസ്വരൂപനായ ഭഗവാൻ സമ്പൂർണ്ണ പ്രേമ കാവ്യത്തിലൂടെ നമ്മളോട് അത്യത്ഭുതകരമായി സംസാരിക്കുകയാണ്. ദ്യുതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ദ്യുതം ചലയതാമസ്മി. ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖ
ദുഃഖ ദുരിത ചിന്തകളും എൻ്റെ ജീവിതത്തിലെ എല്ലാ ആസുരീക വികാരങ്ങളും എൻ്റെ ജീവിതത്തിലെ എന്നെ ദുഃഖിപ്പിക്കുന്ന എല്ലാ തമഗുണങ്ങളും അത് എന്നിൽ ഞാൻ ക്രിയേറ്റീവ് ചെയ്യുന്നതാണ്. അത് ഭഗവാനാണ് എന്നുള്ളതാണ് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൽ വിഭൂതി യോഗത്തിൽ 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നേ. ഇനിയിപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട, ഭാര്യയെ കുറ്റപ്പെടുത്തണ്ട, ഭർത്താവിനെ കുറ്റപ്പെടുത്തണ്ട, അച്ഛനെ കുറ്റപ്പെടുത്തണ്ട, അമ്മയെ കുറ്റപ്പെടുത്തണ്ട, മക്കളെ കുറ്റപ്പെടുത്തണ്ട. ഈ ചിന്തകളൊക്കെ ഞാനാകുന്നു എന്നുള്ളതെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഓഹോ, അങ്ങനെയാണോ തിരുമേനി? അതെ, എന്താ അതിന് സംശയം? സംശയിക്കേണ്ട. അപ്പം പിന്നെ ഭഗവാൻ തുടർന്ന് പറയുന്നു. ഈ ഒരു വാക്ക് മാത്രം എടുത്താൽ പോരാ കേട്ടോ. ഭഗവാൻ തുടർന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? പ്രേമസ്വരൂപനാണ്, സച്ചിദാനന്ദമാണ്. നമ്മളെ സച്ചിദാനന്ദത്തിലേക്ക് ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തെ ഉയർത്തണം. ജീവിതത്തെ ഉയർത്താൻ ആഗ്രഹിക്കാത്തവരാരുമില്ല, വെറുതെ ഉയരുകയില്ല. അതിനായി അഭ്യാസേന കൗന്ദേയ, നീ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിനാൽ ഞാൻ തന്നെയാണ് ഈ സ്ഥാനത്ത്. എന്നെ ഒരു പുനഃപ്രതിഷ്ഠ നമ്മൾ നടത്തണം. 12 വർഷം കഴിയുമ്പോൾ അവിടുത്തെ ശക്തി ചൈതന്യത്തിന് ലോകം സംഭവിക്കുമ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തും. അതുപോലെ ഒരു പുനഃപ്രതിഷ്ഠ നമ്മൾ നടത്തണം. ഒരു കൺവേർഷൻ നമ്മൾ നടത്തണം. കൺവേർഷൻ നടത്തിയിട്ട് ഇപ്പോൾ തേജസ് വളരെ കുറവുണ്ട്. മൊബൈലിൽ ചാർജ് മുഴുവൻ തീരാറായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുത്തിയിട്ട് 100% ചാർജിലേക്കാക്കും. ഇതുപോലെ ഈ ദുഃഖ ദുരിതത്തിൽ നിന്നും ഒരു പരിവർത്തനത്തിന് നാം തന്നെ പ്രവർത്തിക്കണം. എന്നിട്ടോ തുടർന്ന് ഭഗവാൻ പറയുന്ന നിലയിലോട്ട് നമ്മൾ മാനസികമായിട്ട് ഉയർന്ന് മനഃശക്തി കേന്ദ്രീകരിക്കണം. എന്താണ് ഭഗവാൻ തുടർന്ന് പറയുന്നത്? തേജസ്വിനാമഹം. എന്താണ് തേജസ്വിനാമഹം? ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ തേജസ് ഉണ്ടോ ആ തേജസ് ഞാനാകുന്നു. ഇതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഇതെന്താണ്? ഒരു ഗ്രന്ഥമാണ്. ഇതെന്താണ്? ഒരു ഗ്രന്ഥമാകുന്നു. ഇത് ഭഗവത്ഗീതയാണ്. ഇതെന്താകുന്നു? ഒരു വിളക്കാണ്, ഒരു നിലവിളക്കാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനൊരു തേജസ് ഉണ്ട്. വിളക്ക് എന്ന ഒരു തേജസ്. ഇതിനെന്തുണ്ട്? ഗ്രന്ഥം എന്ന ഒരു തേജസ്. ഇതിനെന്തുണ്ട്? പേന എന്ന രൂപവും നാമവുമുണ്ട്. ഇതുപോലെ രൂപനാമാത്മകമായ പ്രപഞ്ചം, ഇളകി മറിഞ്ഞുകൊണ്ടുള്ള പ്രപഞ്ചം, പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുകൊണ്ടുള്ള പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തില് യാ ബ്രഹ്മാതി പിപീലികാന്തതനുഷു, ശങ്കരാചാര്യർ അങ്ങ് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ, പുഴു പുൽക്കൊടി വരെ എല്ലാത്തിനും ഒരു രൂപനാമാത്മകമായ എന്തുണ്ട്? തേജസ്. തേജസ്. ഞാൻ ഒരു ദിവസം ഒരു വലിയ ലെൻസ് എടുത്ത് ഒരു ചെറിയ പുഴുവിനെ നോക്കി. ഇതൊരു തേജസ്സാണ്. അതിൻ്റെ ഓരോ രോമത്തിലും 10, 15, 20 കളറുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അതിൻ്റെ അസ്തിത്വം, അതിനൊരു രൂപവും നാമവും ഒരു തേജസ്സുമുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും തേജസ് ഭഗവാനാണ്. അപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപം, ആ ഭഗവാനെ നമ്മൾ കാണുമ്പോൾ ഏതേത് മുന്നിൽ കാണുന്ന ചരാചരങ്ങളെയൊക്കെയും ലജ്ജ കൈവിട്ട് കൂപ്പിസ്തുതിക്കണം എന്ന് നമ്മുടെ പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞില്ലേ? ഇതാണ് ഇതിൻ്റെ അസ്തിത്വം. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേനേ ത്യക്തേന ഭുഞ്ജീത മാ ഹൃദ കസ്യ സിദ്ധനം. ഉപനിഷത്ത് മന്ത്രത്തിൽ
നാം പഠിച്ചില്ലേ? അപ്പോൾ തേജസ്വിനാമഹം. ഈ പ്രപഞ്ചത്തിൽ എവിടെ എന്തുണ്ടോ അതിനൊക്കെ ഒരു തേജസ് ഉണ്ട്, അതിനൊക്കെ ഒരു തേജസ് ഉണ്ട്. ആ തേജസ് മറ്റൊന്നുമല്ല, ഞാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ നെഗറ്റീവിൽ നിന്നും നമ്മുടെ മനസ്സിനെ പോസിറ്റീവിലേക്ക് ഉയർത്തി അടിമുടി ഒരു പരിവർത്തനം. ഏതുപോലെ? ഇലക്ട്രിസിറ്റി പോലെ. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ്? ദ്യുതം ചലയതാമസ്മി. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൃത്തികേടുകളും എല്ലാ നെഗറ്റീവുകളും ഞാനാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ? അത് വൈദ്യുതി. ദേ ഈ 110 kV സബ്സ്റ്റേഷനാണ്. എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ഒന്ന് മുട്ടിയാൽ മതി, തൊട്ടാൽ മതി, ഞാൻ നിന്നെ ഞാൻ ഭസ്മമാക്കി കളയും. വൈദ്യുതി പറയാം. ആ 110 kV സബ്സ്റ്റേഷനിൽ നിന്നും 110 kV 3 ഫേസ് ലൈനായിട്ട് വന്ന് കൺവേർഷൻ നടന്ന് അതിന് നമ്മൾ തൊട്ട് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് കത്തിച്ച് കളയും. അതിന് പിന്നെ ട്രാൻസ്ഫോമർ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ആക്കി ഓരോ വീട്ടിലേക്കും 230 വോൾട്ടേജ് ആയിട്ട് വീട്ടിൽ തരുന്നു. 230 വോൾട്ടേജ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചാവും. ഇതുപോലെയാണ് ദ്യുതം ചലയതാമസ്മി. ഉള്ള സത്യം ഭഗവാൻ തുറന്നു പറഞ്ഞു. ഈ നെഗറ്റീവായിട്ടുള്ള സബ്ജക്റ്റുകളും തമോ ഗുണവും ഒക്കെ ഞാൻ തന്നെയാണ്, ആസുരീയ ഗുണങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ്. ഈ വൈദ്യുതിയെ പോലെ അതിന് തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കും. എന്നാൽ ഇവിടെ പാർത്ഥസാരഥിയാണ് ഭഗവാൻ. പരമാർത്ഥ ജ്ഞാനമാകുന്ന ഈ ഭഗവാനെ ഉപാസന ചെയ്തുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ഇതിന് അടിമുടി ഒരു പരിവർത്തനം വന്ന് എന്താക്കി? തേജസ്വിനാമഹം. പ്രപഞ്ചത്തിലെ സർവവും നിലനിൽക്കുന്നത് അതിനകത്തൊക്കെ അന്തർബഹിച്ച തസ്സർവം വ്യപ്യനാരായണ സ്ഥിതി. ഇതാണ് നാരായണൻ. അകത്തും പുറത്തും നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന ആ നാരായണനെ തിരിച്ചറിയുന്നതോടുകൂടി ഇതുപോലെ ഈ വൈദ്യുതി നമ്മൾ എന്ത് എടുക്കും? കമ്പിക്കകത്തൂടെ കൊണ്ടുവന്ന് അതിന് കമ്പിക്കകത്തൂടെയാണ് വരിക. അത് നമ്മൾ സർവീസ് ലൈനിലെടുത്ത് മീറ്റർ വഴി സർക്യൂട്ട് ബ്രേക്കർ വഴി കേബിളിലൂടെ കമ്പി അകത്താക്കി പുറത്ത് കേബിൾ കവർ ചെയ്ത് സ്വിച്ചിലൂടെ കൊണ്ടുവന്ന് സേഫാക്കി ബൾബിലൂടെ പ്രകാശിപ്പിക്കുന്നു. ആഹാഹാ. AC, ആഹാഹാ. ഫാൻ, വെരി ഗുഡ്. അടുക്കളയിൽ ഫ്രിഡ്ജ്, വെരി ഗുഡ്. തണുത്ത ഇതൊക്കെ വെള്ളമൊക്കെ കുടിക്കാം. ഓഹോ, ഗ്യാസ് ഇൻഡക്ഷൻ കുക്കർ, വെള്ളം തിളപ്പിക്കാം. അങ്ങനെ ബാത്റൂമിൽ ഹീറ്റർ, അങ്ങനെ അയൺ ചെയ്യാം. എന്തൊക്കെ സൗകര്യങ്ങൾ വേണമോ ആ സൗകര്യത്തിലോട്ട് ഈ ഇലക്ട്രിസിറ്റിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അങ്ങ് വലിയ ഫാക്ടറി മുതൽ മൊബൈലിൽ റീചാർജ് ചെയ്യാൻ വരെ ഈ വൈദ്യുതിയെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഈ അപകടകാരിയായ ചിന്തകളെ അവനവൻ്റെ വ്യക്തിത്വത്തിനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ കുടുംബാംഗങ്ങൾക്കും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ സമാജത്തിനും ഈ ഭാരതാംബയ്ക്കും മാനവരാശിക്കും ഒരു അസറ്റായി മാറുന്ന രീതിയിലോട്ട് നമ്മളെ ജീവിതം ഉയർത്തണം. ഇതാണ് ഭഗവാന്റെ ലക്ഷ്യം. ഇതാണ് ഭഗവത്ഗീതയുടെ വിഷനും മിഷനും. അപ്പോൾ ജയോസ്മി വ്യവസായോസ്മി. തുടർന്ന് ഭഗവാൻ പറയുന്നു ജയോസ്മി. എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാത്രം മാറ്റിയാൽ മതി, കാഴ്ചപ്പാട് മാത്രം മാറ്റിയാൽ മതി. ഭഗവാനാണ് പറയുന്നത്. മുൻ ശബരിമല മേൽശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകൻ 4 വാഴ്വുള്ള ഹൃദയം തൊട്ട് പറയുന്നു, ഇത് ഈസിയായി ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. കാരണം വിത്തൗട്ട് എക്സ്പെൻസ് ആണ്. ഒന്നിനെയും നാം ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഈ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് ഒരല്പം ട്രെയിനിങ്, ഒരല്പം ശ്രദ്ധ. അപ്പൊ ജയോസ്മി ഭഗവാൻ പറയുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ജയവും വിജയവും ഞാൻ തന്നെയാണ്. അത്യാഗ്രഹികളുടെ എന്തിലാണ് അത്യാഗ്രഹം? കട്ടുപറിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും ബ്രൈവറി വാങ്ങിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും കൂട്ടുനിൽക്കാനും
അല്ല അത്യാഗ്രഹം, മറിച്ച് സന്തോഷ സംതൃപ്ത ജീവിതം. സന്തോഷ സംതൃപ്ത ജീവിതം. എനിക്കിനിയും ഉയരണം, എനിക്കിനിയും വളരണം, എനിക്ക് ജീവിതം സന്തോഷിക്കണം, എനിക്കെൻ്റെ സഹജീവികളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും സന്തോഷിപ്പിക്കണം, എനിക്ക് ചിരിക്കണം, എനിക്ക് ചിരിക്കണം, നിങ്ങളെ ചിരിപ്പിക്കണം, മറ്റുള്ളവരെ ചിരിപ്പിക്കണം. ഈശ്വരൻ മനുഷ്യന് മാത്രം തന്നിരിക്കുന്ന ഈ അത്യപൂർവമായ ഈ കഴിവ്, വേദങ്ങൾ പറയുന്നു ചിരിദാനമാണ് ഏറ്റവും വലിയ ദാനം എന്ന്. ഞാൻ അതിലിപ്പം ഒരു 5-10 വർഷമായി മാക്സിമം PhD എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ചിരിക്കണം, ചിരിപ്പിക്കണം, ആനന്ദിക്കണം, ആനന്ദിപ്പിക്കണം. ഭഗവാൻ ആദ്യം പറഞ്ഞു ദ്യുതം ചലയതാമസ്മി, കരയരുത്, കരയിപ്പിക്കരുത്, ദുഃഖിക്കരുത്, ദുഃഖിപ്പിക്കരുത്. കാരണം പ്രേമസ്വരൂപനായ ഭഗവാനാണ് എൻ്റെ ബുദ്ധി. പ്രേമസ്വരൂപനായ ഭഗവാനാണ് എൻ്റെ ബുദ്ധി. സച്ചിദാനന്ദ സമുദ്രമാണ് എൻ്റെ ചിന്തകള്. സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ. സച്ചിദാനന്ദ സമുദ്രമാണ് എൻ്റെ ബുദ്ധി. അപ്പൊ പരിശ്രമശാലികളുടെ ജീവിത വിജയമാണ് ഞാൻ. പരിശ്രമശാലികളുടെ ജീവിത വിജയമാണ് ഞാൻ. പിന്നെ തുടർന്ന് ഭഗവാൻ എന്താ പറയണത്? ജയോസ്മി വ്യവസായാസ്മി. എന്താണോ ചെയ്യുന്നത്? ചെറിയൊരു ബിസിനസ്. ഓക്കെ, വെരി ഗുഡ്, ഭഗവാനാണത്. അപ്പൊ അവനവന്റെ കർമ്മത്തില് യോഗ കർമ്മസു കൗശലം, ഭഗവാനുമായി യോജിച്ച് ആ കർമ്മത്തില് കർമ്മത്തിന്റെ നിപുണത. സ്വധർമ്മമപിജാപേക്ഷ ന വികമ്പിതോമർഹസ്യ. ഭഗവാൻ ഭഗവത്ഗീതയിൽ മറ്റൊരവസരത്തെ പറയുന്നതാണ്, അവനവന്റെ ബിസിനസ്സില്, അവനവന്റെ കർമ്മത്തില്, അവനവന്റെ വ്യവസായത്തില്, ആ വ്യവസായം തന്നെയാണ് പൂജ. നീ എന്ത് തൊഴിലാണ് ചെയ്യുന്നോ, എന്ത് വർക്കാണ് ചെയ്യുന്നോ, ആ വ്യവസായോ അസ്മി, അത് ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ നമ്മൾ പൂജിക്കേണ്ടത് അവനവൻ്റെ കർമ്മരംഗത്താണ്, അവനവൻ്റെ ബിസിനസ് രംഗത്താണ്, അവനവൻ്റെ തൊഴിൽ രംഗത്താണ്. ഞാനിത് തമാശ പറയുകയല്ല. 30 വർഷമായി എറണാകുളത്ത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം എൻ്റെ അനന്തരവൻ കാനഡയിലാണ്. അപ്പോൾ എമിഗ്രേഷൻ്റെ വർക്ക് ഒരു 5 വർഷമായി ഞാനിപ്പോൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, കർമ്മം, വ്യവസായം അത് ഭഗവാനാണ്. ഇത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഭഗവാൻ ഇത് പറഞ്ഞതുകൊണ്ട് വ്യവസായോസ്മി, വ്യവസായമാണ് ഭഗവാൻ. നിങ്ങളും നോക്കി നിൽക്കരുത്, സമയം കളയരുത്. ഭഗവാൻ പറയുന്നു, ഒരു സെക്കൻഡ് പോലും വെറുതെ കളയരുത്. നിങ്ങളും എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങി മാതൃകയാകണം. ഭഗവാൻ മാതൃകയായി നമുക്ക് കാണിച്ചു തരികയാണ്. എന്ത്? ബെഗ് ചെയ്യുകയാണ് തൊഴിലിൽ. എന്താണ്? അവനവൻ്റെ കർമ്മത്തിൽ എടോ യുദ്ധം ഒഴിവാക്കാൻ 5 നാള് ദേശം കൊടുക്ക്, 5 നാട് കൊടുക്ക്, 5 വീട് കൊടുക്ക്, അല്ലെങ്കിൽ ഒരു വീടെങ്കിലും കൊടുക്ക്, എന്തെങ്കിലും കൊടുക്കുന്ന ഇവിടെ ജസ്റ്റ് ലൈക്ക് ആസ് ബെഗിങ്, റോയൽ ബെഗിങ്. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും റോയൽ ബെഗിങ്. അതാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം, അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്, ബൈയിങ് ആൻഡ് സെല്ലിങ്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങൂ, അത് മാതൃകയാക്കി. നിങ്ങളെ ഭാര്യയോട് പറയൂ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ, നിങ്ങളെ ഭർത്താവിനോട് പറയൂ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ. നിങ്ങളുടെ മക്കൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്ക്. തൊഴിൽ ദാതാക്കളായി അവർ ഉയരട്ടെ. തൊഴിലിന് വേണ്ടി ഓരോ വാതിലിലും പോയി ബെഗ് ചെയ്യാതെ തൊഴിൽ ചെയ്യുന്ന സംസ്കാരത്തിലോട്ട്, ഒരു തൊഴിലുടമയാകുന്ന സംസ്കാരത്തിലേക്ക് വളർത്തിയെടുക്കൂ. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കിയ ഏറ്റവും നല്ലൊരു സമൂഹത്തിലാണ്, ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, 100,000 അവസരങ്ങളാണുള്ളത്. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വ്യവസായോസ്മി, വ്യവസായങ്ങൾ തുടങ്ങി വികസിപ്പിക്കണം. ഇത് പറയാൻ ഇവിടെ ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് നമുക്ക് മനസ്സിലായില്ല. ശങ്കരാചാര്യർ ഇത് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വ്യവസായം കൊണ്ട് സമ്പന്നരാകുക, മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുക.
ഇനിയെങ്കിലും നമ്മുടെ കണ്ണ് തുറക്കണം. അപ്പോൾ ഉദ്യമശാലികളുടെ, വ്യവസായം തുടങ്ങുന്നവരുടെ ദൃഢനിശ്ചയമാണ് ഞാൻ. അപ്പോൾ ഉന്നതമ്പുരാനായ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ബോധമായിട്ട് ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ, പാർത്ഥസാരഥി ഉണ്ടെങ്കിൽ, നമുക്ക് എന്താണ് തുടങ്ങി വിജയിപ്പിക്കാൻ സാധിക്കാത്തത്? ഞാൻ ജീവിതം തുടങ്ങി എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സമ്മാനമായി നൽകിയ ജീവിതം തുടങ്ങി ഈ നിമിഷം വരെ സാന്ദ്രത സദാം യോഗി, സംതൃപ്തമായ ജീവിതം എനിക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? 30 വർഷമായി സംതൃപ്തമായൊരു സാറ്റിസ്ഫൈഡ് ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട്? ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. കാരണം എൻ്റെ വ്യവസായോസ്മി, ഉദ്യമശാലികളുടെ ദൃഢനിശ്ചയം. ആ ടാർജറ്റ്, ഈഫ് ഇൻ എനി കോസ്റ്റ്, ഞാൻ എൻ്റെ ടാർജറ്റ് അച്ചീവ് ചെയ്തിരിക്കും. എൻ്റെ അനന്തരവൻ കാനഡയിൽ പോയിട്ട് MBA പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തു, ഡണ്ണ്. അമ്മാവ പൊട്ടത്തരം പറയാതെ ഞാൻ പേടിച്ചു പോയി. ഡു അല്ല, ഡൺ. എന്താണ് ഡൺ? അവൻ MBA പഠിച്ചു. അതിൻ്റെ പ്രാക്ടിക്കൽ വിസ്ഡം ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ഇന്നേ വരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവോ സദോജയ സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥത അനുവർത്തതേ. ഞാൻ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. 30 വർഷമായി തകരാത്ത ഒരു ബിസിനസ്സിൻ്റെ ഓണറാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു, ജയോസ്മി വ്യവസായോസ്മി. അപ്പോൾ ഉദ്യമശാലികളുടെ ദൃഢനിശ്ചയമാണ് ഞാൻ. എൻ്റെ വർഗശത്രുവാണ് അലസതയാണ് എൻ്റെ വർഗശത്രു. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് തോട്ടുകളും തമസ്സുമാണ്, ഇരുട്ടാണ് എൻ്റെ ശത്രു. കാരണം കഠിനാധ്വാനികളുടെ തേജസ്വിനാമഹം, കഠിനാധ്വാനികളുടെ ദൃഢനിശ്ചയമാണ്. വീട്ടിൽ വയറിംഗും ചെയ്ത് എല്ലാ എക്യുപ്മെൻറ്റുകളും ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് ഇടുന്നവനാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ സ്മാർട്ട്നെസ് എന്തായിരിക്കണം? യോഗ കർമ്മസു കൗശലം. എവിടെയും വെള്ളമുണ്ട് എന്ന് തിരിച്ചറിയണം. എവറസ്റ്റിലാകുമ്പോൾ കുറേ അടി കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. എറണാകുളത്താകുമ്പോൾ പെട്ടെന്ന് മാന്തി കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. എത്ര വേണമെങ്കിലും കിട്ടും. ഇതുപോലെ ഓരോ സ്ഥലത്തും വെള്ളം ഉണ്ടാവും. അത് കുഴിക്കുന്നതിനനുസരിച്ച്, അതിൻ്റെ സ്ഥലത്തിനനുസരിച്ച് ഡെപ്ത് കൂടുകയും കുറയും. എങ്ങനെയായാലും ശരി, ഏത് ബിസിനസ് ആയാലും ശരി, അവന് തുടങ്ങി വിജയിപ്പിക്കാൻ സാധിക്കും 100%. കാരണം ഇത് ഓർമ്മ വേണം, ജയോസ്മി, വിജയിപ്പിക്കുന്നത് അന്തരാത്മാവായ പാർത്ഥസാരഥിയാണ്, ബുദ്ധിയാണ്, ബോധമാണ്. പിന്നെ വ്യവസായോസ്മി, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനാണ്. സത്വവതാമഹം, സത്വഗുണം, സജ്ജനങ്ങളുടെ സത്വഗുണം എന്താണ്? പുഞ്ചിരി, പ്രേമഭാവം, സ്നേഹം. ഇന്ദ്രിയാണാം മനശ്ചസ്മി, എൻ്റെ മനസ്സ് ഭഗവാനാണ്, എൻ്റെ ബുദ്ധി ഭഗവാനാണ്, എൻ്റെ ചിന്തകൾ ഭഗവാനാണ്. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാനാവും. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യണം? കരോഷി യദസ്നാസി യദ്ഘോഷി യദാസി തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം. ഞാൻ ചെയ്യുന്ന ബിസിനസ് ഭഗവാന്റെ പൂജകളാണ്. ആ ആറ്റിറ്റ്യൂഡിൽ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ 100% സക്സസ്. കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ് നമ്മുടെ ചിന്തകൾ എന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊള്ളുന്നു. കാരണം വിജയിപ്പിക്കണം. കാരണം അതിന് എതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഗതിർഭർത്ത, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഗതി തീരുമാനിക്കുന്നത്, എല്ലാത്തിൻ്റെയും പ്രഭുവായി സാക്ഷിയായി നിൽക്കുന്നത് ആ പാർത്ഥസാരഥിയായ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് ഭഗവത്ഗീത പറയുന്നത്? നിവാസ ശരണം സുഹൃത്ത്. ആ സുഹൃദ്ഭാവേന നമ്മുടെ സുഹൃത്തായി. അപ്പോൾ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ചിലപ്പോൾ IAS ഓഫീസർ സുഹൃത്തുണ്ടാവും, ചിലപ്പം അപ്പുറത്തെ വീട്ടിലെ രാമൻ നായരായിരിക്കും,
ചിലപ്പോൾ മീനാക്ഷി ആയിരിക്കും, ചിലപ്പോൾ തെണ്ടി ആയിരിക്കും, ചിലപ്പോൾ അണ്ടനായിരിക്കും, ചിലപ്പോൾ അഴകോടനായിരിക്കും, ചിലപ്പോൾ IPS ഓഫീസറായിരിക്കും, ചിലപ്പോൾ IAS ആയിരിക്കും, ചിലപ്പോൾ മിനിസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും അണ്ടകടാഹത്തിൻ്റെ റൂളറും ഗവർണറുമായ പ്രഭുവായ ചക്രവർത്തിയായ ഗുരുവായൂരപ്പനാണ് നമ്മുടെ സുഹൃത്തെന്ന് ഭഗവാൻ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ നിലയിലോട്ടല്ലേ നമ്മളെ മാനസികമായിട്ട് ഭഗവാൻ ഉയർന്നത്. അപ്പോൾ മനഃശക്തിയും കരുത്തും ഊർജവുമുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഭഗവാൻ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ പാതയിലൂടെ ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം സർവ വിജയീ ഭവ. സ്വാമി ശരണമയ്യപ്പ. നിങ്ങൾ ഈ സബ്ജക്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അതിന് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സുകൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഇത് കേട്ട് ഇതുപോലെ ജീവിക്കണം. ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല. ഡോക്ടറെ കണ്ട് രോഗം പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് ആ മരുന്ന് മേടിച്ച് ബിഫോർ മീൽസ് ആണെച്ചാൽ ബിഫോർ മീൽസ്, ആഫ്റ്റർ മീൽസ് ആണെച്ചാൽ ആഫ്റ്റർ മീൽസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചമ്യന്നം ചതുർവിധം. ഞാനത് അബ്സോർബ് ചെയ്ത് ഓരോ രോമകൂപങ്ങളിലെത്തി ഞാൻ ആ രോഗം മാറ്റുന്നതാണെന്ന് ഗുരുവായൂരപ്പൻ പറയുന്നു. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞ പാതയിലൂടെ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.